വെൽക്കം ടു ജോണി ടൂൺസ് 0143. ഇന്ന് നമ്മൾ നീലകണ്ഠൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം കാണാൻ പോകുകയാണ്. അപ്പോൾ തുടങ്ങാം. നീലകണ്ഠൻ ആദ്യമായി ടയർ ആൻഡ് വീൽ അലൈൻമെൻറ്റ് ഷോപ്പിലെത്തിയപ്പോൾ അവന് എല്ലാം കഠിനമായിരുന്നു. 2 ഉസ്താദുമാർ, എപ്പോഴും ശാസനം, എപ്പോഴും ജോലി, തെറ്റുണ്ടെങ്കിൽ ദേഷ്യം, വിശ്രമിക്കാൻ പോലും സമയമില്ല. അന്ന് നീലകണ്ഠന് തോന്നിയിരുന്നു, ഇവരിത്രയും രാക്ഷസന്മാരാണോ? അവന് പലപ്പോഴും ദേഷ്യം വരുമായിരുന്നു. എന്തിനാണ് എപ്പോഴും എന്നെ മാത്രം ജോലി ചെയ്യിപ്പിക്കുന്നത്? പക്ഷേ സമയം കടന്നു. 1 വർഷം, 2 വർഷം, 3 വർഷം, ഇന്ന് 4 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ 22 വയസ്സായ നീലകണ്ഠൻ പിന്നിലേക്ക് നോക്കുമ്പോൾ അവന് സത്യം മനസ്സിലായി. ഉസ്താദുമാർ അവനെ വെറുത്തിരുന്നില്ല, അവർ അവനെ സ്നേഹിച്ചിരുന്നു. സ്നേഹം വാക്കുകളിൽ കാണിക്കാത്ത ആളുകളായിരുന്നു അവർ. പക്ഷേ ഓരോ ശാസനയിലും ഒരു പാഠമുണ്ടായിരുന്നു. ഓരോ കഠിന ജോലിയിലും ഒരു കരുത്തുണ്ടായിരുന്നു. ഒരു ദുർബലനായ ചെറുപ്പക്കാരനെ ജീവിതത്തോട് പോരാടാൻ കഴിയുന്ന മനുഷ്യനാക്കുകയായിരുന്നു അവർ. ടയർ മാറ്റുന്നതിൽ നിന്ന് വീൽ അലൈൻമെൻറ്റ് വരെ എല്ലാം അവർ തന്നെയാണ് അവനെ പഠിപ്പിച്ചത്. ഇന്ന് നീലകണ്ഠൻ ഉസ്താദുമാരുടെ കൂടെ ചിരിച്ചും സന്തോഷത്തോടെയും ജോലി ചെയ്യുന്നു. കാരണം ഇപ്പോൾ അവന് മനസ്സിലായി, അത് കോപമല്ലായിരുന്നു, സ്നേഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഷോപ്പിന് സമീപമുള്ള കടയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി. ആദ്യം നീലകണ്ഠൻ അവളെ ശ്രദ്ധിച്ചില്ല. പക്ഷേ അവൾ ദിവസവും അവനെ ശ്രദ്ധിച്ചു. ഗ്രീസ് പുരണ്ട കൈകൾ, വിയർപ്പിൽ മുക്കിയ മുഖം, ഒരിക്കലും പരാതിപ്പെടാതെ ചെയ്യുന്ന കഠിനാധ്വാനം. മറ്റുള്ളവർ ഒരു സാധാരണ തൊഴിലാളിയെ കണ്ടപ്പോൾ അവൾ കണ്ടത് ഒരു യോദ്ധാവിനെയായിരുന്നു. സ്നേഹം. ഒരു ദിവസം കനത്ത മഴ പെയ്തു. എല്ലാവരും കടയ്ക്കുള്ളിലേക്ക് ഓടി. പക്ഷേ നീലകണ്ഠൻ മഴയിലും ജോലി തുടരുകയായിരുന്നു. അപ്പോഴാണ് ആദ്യമായി അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നത്. അവളുടെ കയ്യിലൊരു കുടയുണ്ടായിരുന്നു. മഴയിൽ നനഞ്ഞു നിന്ന നീലകണ്ഠൻ്റെ മുകളിൽ അവൾ ആ കുട ഉയർത്തിപ്പിടിച്ചു. ആദ്യമായി നീലകണ്ഠൻ അവളുടെ കണ്ണായിരുന്നു അവൻ്റെ ജീവിതത്തിൽ മറ്റൊരു കഥ തുടങ്ങിയത്. ഇനി എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.